നമസ്കാരം. ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് 4 മാസത്തോടടുക്കുമ്പോൾ കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിന്റെ പേരും പറഞ്ഞ് ആരംഭിച്ച യുദ്ധത്തിൽ നിരവധി സാധാരണക്കാരായ പലസ്തീനുകൾക്കാണ് ജീവൻ നഷ്ടമായത്. എന്നാൽ ഹമാസിനെ കണ്ടെത്താനോ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനോ ഇസ്രായേൽ സൈന്യത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ഗാസയ്ക്ക് മേലുള്ള ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നിരവധി രാജ്യങ്ങൾ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ വംശഹത്യപരമായ പ്രവർത്തികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഹമാസ് നൽകുന്നത്. യുദ്ധത്തിൽ തോൽവിയുടെ വക്കത്ത് എത്തിയിട്ടും ക്രൂര നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ സൈന്യവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും. അതേസമയം റാഫയ്ക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് നേരത്തെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സൗദി അറേബ്യ. പലസ്തീൻ ജനത അഭയം പ്രാപിച്ച റാഫയ്ക്കു നേരെ ആക്രമണം നടത്തിയാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഇസ്രായേലിന് സൗദിയുടെ മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ തുടർച്ചയായ ലംഘനങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും സൗദി കുറ്റപ്പെടുത്തി. ആസന്നമായ വൻ മാനുഷിക ദുരന്തം ഒഴിവാക്കാൻ UN സുരക്ഷാ കൗൺസിൽ അടിയന്തരമായി വിളിച്ചു കൂട്ടണമെന്നും സൗദി ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഏകദേശം 12 ലക്ഷത്തോളം സാധാരണക്കാരാണ് ഗാസയിൽ നിന്നും പലായനം ചെയ്ത് റാഫയിൽ അഭയം തേടിയത്. ഇവരിൽ മിക്കവരും ടെന്റുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലുമാണ് കഴിയുന്നത്. എന്നാൽ പലസ്തീനികളുടെ അവസാനത്തെ അഭയകേന്ദ്രമായ റാഫയ്ക്ക് നേരെയും ആക്രമണം നടത്താനാണ് ഇസ്രായേൽ നീക്കം. ഈ സാഹചര്യത്തിലാണ് സൗദിയുടെ ശക്തമായ മുന്നറിയിപ്പ്. റാഫേൽ കഴിയുന്ന പലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് സൗദി മുന്നറിയിപ്പ് നൽകി. കൂടാതെ പലസ്തീൻ ജനതയെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ തുടർച്ചയായ ലംഘനങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. റാഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ വൻ മാനുഷിക ദുരന്തമാണ് ഉണ്ടാവുക. അതിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തരമായി വിളിച്ചുകൂട്ടണമെന്നും ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും സൗദി അറേബ്യ ആവശ്യപ്പെട്ടു.